അങ്ങനെ കാത്തിരുന്ന് എമ്പുരാന്റെ റിലീസിന്റെ അവസരം എത്തിക്കഴിഞ്ഞു അല്ലെ? നമ്മുടെ മുമ്പിലുള്ള ഒരു കോണി. അതെ, 2 ദിവസം കൂടി ഇനി കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ. 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് 27-ാം തീയതി 6 മണി തൊട്ട് സിനിമ ഇതായിക്കൊണ്ടിരിക്കും. നമ്മൾ 6 മണി ഷോ തന്നെ ബുക്ക് ആയിട്ടുണ്ട് അല്ലെ? ചെയ്തിട്ടുണ്ട്. സാധാരണ 4 മണി ആ റേഞ്ചിലാണ് സിനിമകളൊക്കെ ഫാൻ ഷോകളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ 3:30-ക്കൊക്കെ പല തിയേറ്ററുകളിലും ആയിട്ട്. കാരണം പല തിയേറ്ററുകളിലും 15 ഷോയൊക്കെ ആയി തുടങ്ങി. കാരണം അത്രയും ആൾക്കാർ ആവശ്യം വന്നു. തൃശ്ശൂരൊക്കെ എന്തായാലും തൃശ്ശൂർ ആകത്തിലൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ അത് ഫില്ലാവുകയും വലിയൊരു സൈറ്റ് ഹാങ് ആവുക, അല്ലെങ്കിൽ അവിടെ സെർവറിന് ഭയങ്കര പ്രശ്നമില്ല, ഇല്ലാത്തൊരു അവസ്ഥ വന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ KGF-ന്റെ 2ാം ഭാഗം വന്നു, പുഷ്പയുടെ 2ാം ഭാഗം വന്നു, ഇതിനൊന്നും ഇല്ലാത്തൊരു സംഭവം ബുക്ക് മൈ ഷോയിൽ സംഭവിച്ചു. ഒരു മലയാള സിനിമ അത് മോഹൻലാൽ ഹിറ്റിലേക്ക് സിനിമ എന്തായിട്ട് മോഹൻലാൽ മാത്രമല്ല അതിൽ മെയിൻ കാരണം, ലാലേട്ടനാണ് ഏറ്റവും വലിയ കാരണം. ലാലേട്ടനാണ്. അത് കഴിഞ്ഞ പൃഥ്വിരാജിന്റെ സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ബാനറിൽ വരിക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ. അതായത് ലൈക്ക പ്രൊഡക്ഷനൊക്കെ ആദ്യം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ. അതായത് അത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് സിനിമയുടെ ബഡ്ജറ്റ്. നമ്മളിപ്പോ ആ സിനിമ കണ്ടിട്ട് നമുക്ക് തോന്നുന്നതാണ് 500 കോടിയാണ്, അതാണ് അതിന്റെ ബഡ്ജറ്റ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ലെവലിൽ വരുമ്പോ വേറെ സംഭവം ലാലേട്ടന് ഇതിൽ ഡ്യൂപ്പില്ല എന്ന് വരെ കേൾക്കുന്നുണ്ട് ഇപ്പൊ. അതായത് സ്റ്റണ്ട് ഒക്കെ പൃഥ്വിരാജ് പറഞ്ഞു ഒരു സിംഗിൾ സീനിൽ പോലും ഡ്യൂപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഡ്യൂപ്പില്ലാതെ ഒരു 64 വയസ്സുകാരന്റെ പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് പുലിമുരുകനിലടക്കം ലാലേട്ടൻ ഡ്യൂപ്പിന് വെച്ചിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. പുലിമുരുകൻ അങ്ങനെ പല സിനിമകളിലും ഡ്യൂപ്പിന്റെ വീഡിയോസ് വന്നിരുന്നു. പക്ഷെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അദ്ദേഹം ഇതായിട്ട് തന്നെ ചെയ്യാം, എന്ത് ഡ്യൂപ്പില്ലാതെ തന്നെയാണ് അഭിനയിക്കുന്നത്. പക്ഷെ ഈ ഒരു സിനിമയില് ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ടുള്ള എമ്പുരാനില് ഒരു സീനില് പോലും ഒരൊറ്റ സീനില് പോലും ഡ്യൂപ്പില്ല എന്ന് പറയുന്നത്. അതെ, അതൊരു വലിയ സംഭവം തന്നെയാണ് അല്ലെ? ഇത്രയും വയസ്സുള്ള ഒരു 64 വയസ്സുകാരന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ശരിക്കും. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ വളരെ കുറവാണെന്ന് പറയുന്നത്. മാക്സിമം അവര് ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തു എന്നാ പറയണത്. ഒരു വലിയൊരു സംഭവം തന്നെയാണ് ആ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ. അതൊരു മലയാള സിനിമ എന്നല്ല, ഏത് ഭാഷയിലെടുത്താലും അവരെത്രയ്ക്ക് ഗ്രാഫിക്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു പടത്തിന് മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകത കൂടിയാണ്. അല്ല, ഞാൻ പറയുന്നത് ഒരു ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സ്റ്റാറിന്റെ സിനിമ, ആ സിനിമയില് ഒരു പ്രധാനപ്പെട്ട നടന് പല രംഗങ്ങളും ഗ്രാഫിക്സ് ആയിരുന്നു എന്നാ പറയുന്നത്. നേരിട്ട് അഭിനയിക്കാതെ ഗ്രാഫിക്സിലൂടെയാണ് ആ കഥാപാത്രം. അത് സിനിമയുടെ പേര് ടോവിനോ ആയിരുന്നു നായകനായിട്ട്. ആ സിനിമയിൽ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. ചില രംഗങ്ങളൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഗ്രാഫിക്സ് ഉപയോഗിക്കാതെ മാക്സിമം നമുക്ക് ആ ഒരു ഭംഗി ഒറിജിനാലിറ്റി പൃഥ്വിരാജ് എടുത്ത എഫർട്ട്. പല രാജ്യങ്ങളിലും ട്രിപ്പ് പോയി അവിടെയൊക്കെ പോയി കണ്ടുപഠിച്ച് എവിടേക്ക് എടുക്കാം, എവിടെയൊക്കെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യത്തിൽ പൃഥ്വിരാജ് സമ്മതിക്കണം. ആകെ 2 പടങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിൽ ഒരു പടം മാത്രമാണ് ഇതുപോലൊരു പടം മുമ്പ് ചെയ്തിട്ടുള്ള ലൂസിഫറിന്റെ ആദ്യ ഭാഗം മാത്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പടം ഒരു ചെറിയ സിനിമയായിരുന്നു, ബ്രോഡാഡി. അത് OTTക്ക് വേണ്ടി എടുത്ത ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ പടം ഇത്രയും ലാർജ് സ്കെയിലിൽ. ഇനി ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന പടം, അതായത് എമ്പുരാന്റെ 3ാം ഭാഗം, ആ 3ാം ഭാഗം ഇതിന് വലിയ സെറ്റപ്പിലേക്ക് വരുന്നതെന്ന് പറയണം. അപ്പൊ അതായത് ബോളിവുഡ് താരങ്ങളൊക്കെ ഒരുപക്ഷെ മലയാള സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് അടുത്ത പടത്തിൽ ഇപ്പോ ഓൾറെഡി വില്ലനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെ, അല്ല അതിനു മുമ്പ് പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 60 കോടിയുടെ ഏകദേശം 58-60 ആയിന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ സിനിമ ഫസ്റ്റ് ഡേ കഴിയുന്നതോടുകൂടി 100 കോടി അതിർവരമ്പ് 1ാമത്തെ ദിവസം കട്ട് ചെയ്യും. 10 ലക്ഷത്തോളം ആൾക്കാര് സിനിമ ബുക്ക് ചെയ്തു. ഇപ്പൊ ഓഫീസർ പോലുള്ള സിനിമ പോലും ഇത്രയും ഹിറ്റായിട്ട് 13 കോടിയൊക്കെയാണ് ആകെ കളക്ഷൻ ചെയ്ത് കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞു. അത് പ്രൊഡ്യൂസർമാർ ഉണ്ടായി. ഞാൻ പറയണത് അത്രയും വലിയ 13 കോടി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെലവായി. സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 11 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർമാരും. എന്നാൽ അത് അങ്ങനെയല്ല, അതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് ചാക്കോച്ചനും. അത് വേറെ അത്രയും കുറവ് കിട്ടുമ്പോൾ കേരളത്തിലൊരു സിനിമ, കേരളത്തിലെ മാത്രം കളക്ഷൻ അല്ല, മൊത്തത്തിൽ എല്ലാ സൈഡിലും കൂടിയിട്ട് 60 കോടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ റിലീസിന്റെ ആദ്യ ദിവസം 100 കോടി എന്ന കണക്ക് ഫസ്റ്റ് തന്നെ തട്ടും. അതായത് ആദ്യ ദിവസം 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുള്ളൂ. നമുക്കറിയാൻ പറ്റും ആദ്യ ദിവസം തന്നെ 100 കോടി എത്തി എന്നുള്ളൊരു സിനിമ. അത് ഉറപ്പാണ് കേസാണ്. എന്തായാലും 100 കോടി വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി സിനിമ എന്തായാലും. ഇപ്പൊ ഒടിയനാണ് എല്ലാവരും പറയുന്നത്, ഒടിയൻ പോലെയാവുന്നു. ഒടിയനല്ല, അതിനേക്കാൾ അക്രമം മോശമാണ്. ഇതിന് പടം ആദ്യത്തെ ഡേ തന്നെ 100 കോടി കളക്ഷൻ നേടുന്നത് അത് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പടം
ഈ ഒടിയന്റെ പോലെ മോശമായി ഇത് ഒരു തരത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇപ്പൊ ആറാം തമ്പുരാന് നരസിംഹത്തിൽ ജനിച്ച മോനായിട്ട് ഇവര് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളോട് പറയുന്നത്. ഇല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മാസ് പ്രതീക്ഷിച്ചല്ല. ട്രെയിലർ കണ്ടപ്പോൾ തോന്നി ഇല്ല, ഒരു മാസ് പടമല്ല, ഒരു നല്ല പടം, ഒരു ആവറേജ് മൂവി എന്നുള്ള. അതായത് ഒരു എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട്. അത് പറയാനായിട്ട് ഒരു മോഹൻലാലിനെ പോലെ ഒരു വലിയൊരു ലൂസിഫറിന്റെ പോലെ തന്നെ ലൂസിഫറിൽ ഒരുപാട് ചിന്തിക്കാനും പറയാനൊക്കെ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ മാസ് എലമെന്റ്സും ആഡ് ചെയ്തിട്ടുള്ള സിനിമ. അതുപോലെ തന്നെ ആയിരിക്കും ഇതിലും. ഇത് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും. ഓരോ താരങ്ങളുടെയും ഓരോ ക്യാരക്ടറിന്റെയും ഡെപ്ത് നമുക്ക് അറിയാനുണ്ടാവും. അതുപോലെ താരങ്ങളുടെ ഈ ഒരു ഡെപ്ത്, അതായത് അഭിനയത്തിന്റെ ആ ഒരു ആഴം നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറുകൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ മാസ് മസാല എലമെന്റ്സും പൃഥ്വിരാജ് ഇതിന് വേണ്ടി ആഡ് ചെയ്യും. പ്രത്യേകിച്ച് സ്റ്റണ്ടിനെ കുറിച്ചൊന്നും അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ? വലിയ രീതിയിലുള്ള സ്റ്റണ്ടിനെ കുറിച്ച് എന്താണ്, ആരാണ് സ്റ്റണ്ട് ചെയ്യുന്നത്, ഭയങ്കര സീനുകൾ ഉണ്ടാവും, ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാവും, അതിനെ കുറിച്ച്. അതിപ്പോ സ്റ്റണ്ടിന് മാത്രമല്ലോ, അത് ഒന്നിനെ കുറിച്ചും പ്രത്യേകം പൊക്കി പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഹൈപ്പാണ് സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അതായത് എന്റെ അഭിപ്രായത്തില് ഈ സിനിമ എന്താ പറയാ, ആ ഒരു ലെവലിലേക്ക് ഹൈപ്പ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, പ്രേക്ഷകർ ഉണ്ടാക്കിയിട്ടുള്ള ഹൈപ്പ് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഉള്ളൂ. അതിന് കൂടുതൽ ഹൈപ്പ് ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് അത് വലിയൊരു ലെവലിലേക്ക് കടന്നുപോയി. അതുപോലെ തന്നെ ഇപ്പോ തമിഴ്നാട്ടിലായാലും തെലുങ്കിലായാലും എവിടെയായാലും ആ ഇന്റർവ്യൂസ് ഒക്കെ നല്ല രീതിയിൽ പ്രശസ്തത നേടുന്നുണ്ട്. അതുപോലെ ഇർഫാൻ വ്ലോഗ്സിന്റെ ഒരു ലാലേട്ടൻ എത്ര ഹാപ്പി ആയിട്ട് അത് മാത്രമല്ല ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, ബോളിവുഡിലൊന്നും വലിയ ചർച്ച ഉണ്ടാവാറില്ല. അവസാനം എനിക്ക് തോന്നുന്നത് മാർക്കൊക്കെയാണ് നല്ല രീതിയിൽ ചർച്ച ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക്, ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വെറുതെ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ 2 ഹിന്ദി എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെയുള്ളവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ചർച്ച ചെയ്ത് സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ പ്രധാന ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ 28-ാം തീയതി ആയിരുന്നു റിലീസ് പറഞ്ഞത്. 27-ാം തീയതി നമ്മുടെ ലൂസിഫറിന്റെ എമ്പുരാന്റെ റിലീസും. ഈ 28-ാം തീയതി എന്നുള്ളത് അത് 30-ാം തീയതിക്ക് ആക്കി. ഇത് 30-ാം തീയതിക്ക് ആക്കിയത് ഒരുപക്ഷെ ഇതിന്റെ കാരണമാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷാറുഖ് ഖാൻ ഫാൻസും സൽമാൻ ഖാൻ ഫാൻസും തമ്മിൽ ഫൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ ഇത്ര അധികം ടിക്കറ്റ് വിറ്റുപോയി. സിക്കന്ദറിന് അങ്ങനെ അത്ര ആയിട്ടില്ല, 94K അത്ര ആയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. 1 മണിക്കൂറിൽ ഇത്ര അധികം ഏകദേശം എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം ടിക്കറ്റ് പോയി. അതുപോലെ 644K അല്ലെങ്കിൽ 10 ലക്ഷത്തിനടുത്ത് ടിക്കറ്റ്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിജയിച്ചിട്ടുള്ള മാർക്കോ അതൊരു ആക്ഷൻ സിനിമയാണ്, ഒരു സർട്ടിഫൈഡ് വയലൻസ് സിനിമയാണ്. അത് തന്നെയാണ്. KGF നോക്കുകയാണെങ്കിൽ അതും ഒരു ആക്ഷൻ സിനിമയാണ്, ഒരു പവർ പാക്കേജ് സിനിമ തന്നെയാണ്. ഇല്ല, അല്ല, ഞാൻ പറയണത് അവര് സ്വീകരിച്ച സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമകളാണ്. പുഷ്പ എടുത്താലും അതൊരു മാസ്. ഇനി ഏത് സിനിമ എടുത്താലും പ്രഭാസിന്റെ സിനിമകളായാലും അതൊക്കെ ആ ഒരു ടൈപ്പ് സിനിമകളാണ്. ഒരു കൊച്ചു കുട്ടികൾക്ക് തൊട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, 18 വയസ്സിന് മുകളിലുള്ള ഒരു മാസ് സിനിമ പോയിട്ട് ഫാൻ പടം, അതാണ് പറയേണ്ടത്. ഫാൻ പടങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷെ എത്രത്തോളം ലൂസിഫറിന് അല്ലെങ്കിൽ ലൂസിഫറിലൂടെ വന്ന എമ്പുരാന് ഈ ഒരു രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫാൻ പടങ്ങളിലൊപ്പം ഈ ഒരു ക്ലാസ് സിനിമ എന്ന് പറയാവുന്ന ഈ ഒരു സിനിമയ്ക്ക് അതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ആളുകൾ വന്ന് കാണുമോ? അതാണ് എന്റെ ഒരു സംശയം. പിന്നെ ഒന്നാം ഭാഗം അവരൊക്കെ അത്ര അധികം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തെലുങ്ക് ഇറങ്ങിയത് വൻ പരാജയമായിരുന്നു. മറ്റേ തെലുങ്കല്ലായിരുന്നു, മറ്റേ സൽമാൻ ഖാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ കഥ തന്നെ അങ്ങനെ തന്നെ മാറ്റി. ടോവിനോ എന്ന് പറയുന്ന ഒരാള് ആ ഒരു കഥാപാത്രം തന്നെ ഇല്ല, മാറ്റി. അതായത് ഒരുപാട് രീതിയിൽ കഥ മാറ്റി. അവർക്ക് എനിക്ക് തോന്നുന്നില്ല 2ാം ഭാഗം ആ സിനിമ വീണ്ടും എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനിലെ ഈ സെയിം കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആ ഒരു കഥ അങ്ങോട്ട് അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരളക്കരയിൽ ചിലപ്പോൾ ഇത് വമ്പൻ ഹിറ്റ് ആവുമെങ്കിലും മറ്റു നാടുകളിൽ എങ്ങനെ ഇതിനെ കാണും, എങ്ങനെയാണ് ഇവര് ഇഷ്ടപ്പെടുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. അതും വിജയിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ലൂസിഫറിലായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലാസ് എലമെന്റ്സിനൊപ്പം ഈ മാസ് മസാല എലമെന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്ക് ലാലേട്ടന് കൈയടിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, ലാലേട്ടന് മാത്രമല്ല ഓരോ ക്യാരക്ടറിനും കൈയടിക്കാനുള്ള, വില്ലന് വരെ
കൈയടിക്കാനുള്ള അവസരങ്ങൾ ആ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ പെർഫോമൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഈ എലമെന്റ്സ്, ഈ മാസ് മസാല എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ഫൈറ്റ്, ഈ ലൂസിഫറിലെ ഫൈറ്റ് ഒക്കെ ഗംഭീര ഫൈറ്റ് ആയിരുന്നില്ല. അതിൽ നിനക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ? അല്ല, ഗംഭീര ഫൈറ്റ് മാത്രമല്ല, ഡയലോഗ് ചില ഡയലോഗുണ്ട്. തലയാ നീ എന്ന് ചോദിക്കുമ്പോ തലയല്ലടാ ഞാൻ തല എടുക്കുന്നവനാന്ന് പറയുന്ന ഒരു മോഹൻലാലിന്റെ ഡയലോഗ് ഉണ്ട്. കണ്ണുകൊണ്ടുള്ളൊരു ആ സാധനം പെട്ടെന്ന് ആള്, സാധാരണ സ്റ്റീഫൻ ആയിരുന്ന ആള് ഒരു അടി കിട്ടി കഴിഞ്ഞിട്ട് ഒരു നോട്ടുണ്ട്. ആ നോക്കുന്ന സമയത്ത് പോലീസുകാരന്റെ കഴുത്തിൽ അതിന് മുമ്പ് ആ ഒരു നോട്ടുണ്ട്. ആ നോട്ടം കാണുമ്പോ ശരിക്കും അപ്പോഴാണ് നമ്മള് ഖുറേഷി ആ ഒരു സാധനം അപ്പോഴാണ് കണ്ണിലേക്ക് വരുന്നത്. അത് ഒന്ന് പെട്ടെന്ന് അത് മാറും, പിന്നെ നോർമലാവും. പിന്നെയാണ് എന്റെ പിള്ളേരെ തൊടുന്നോന്ന് ചോദിച്ചിട്ട് കാല് വെക്കുന്ന ഒരു അടിപൊളി ഒരു സീൻ ഉണ്ട്. അല്ല, അതുപോലുള്ള രംഗങ്ങൾ ഇതില് കൂടുതലായിട്ട് ഉണ്ടാവാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു ലൂസിഫർ 3 മണിക്കൂറോളം ഉണ്ടല്ലേ? അതുപോലെ തന്നെ ഈ സിനിമയും 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിലും ഈ മാസ് മസാല എലമെന്റ്സും അതുപോലെ തന്നെ ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് കുറച്ച് അധികം ഹിന്ദി, ഈ ബാക്കി ലാംഗ്വേജുകളൊക്കെ തുടക്കം വരുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവരെങ്ങനെ ഏറ്റെടുക്കും, അവർക്ക് അത് ഇഷ്ടപ്പെടും, എങ്ങനെയായിരിക്കും? സബ് ടൈറ്റിൽ ഉണ്ടാവും, പക്ഷെ അത് എത്ര പേർക്ക് അത് സാധാരണ 35 മിനിറ്റോളം ഒരു ഹിന്ദി സിനിമ ആകുമോ? അതെ, അങ്ങനെ ഒരു ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന രീതിയിൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് എത്ര പേർക്ക് മുഷിപ്പിക്കാതെ നോക്കാതെ സ്ക്രീനിൽ. ഇപ്പോഴത്തെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിപ്പിക്കാതെ മൊബൈലിൽ ഒരു സെക്കൻഡ് എങ്കിലും നോക്കാതെ, കാരണം നമ്മൾ റീൽസ് അത്രയും കണ്ട് എപ്പോഴും മൊബൈലിൽ നോക്കിയിരുന്നതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ സിനിമയിൽ അത്ര എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ പറ്റണം, അല്ലെങ്കിൽ ലാഗ് തുണ്ടു വന്ന കഴിഞ്ഞു. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. പിന്നെ മ്യൂസിക് ദീപക് ദേവ് ആണ് നന്നായി ചെയ്യുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ, ആ ക്യാരക്ടർ ആരാണ്, വില്ലൻ ആരാണ് എന്നുള്ള ചോദ്യമാണ്. മെയിൻ വില്ലൻ ആണോ അതോ മെയിൻ വില്ലന്റെ ഒരു അതെ, അതോ ഇനി അയാളുടെ നമുക്കിപ്പോ ചർച്ച തുടങ്ങിയിട്ടുള്ളത് തന്നെ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ്. ഫോട്ടോ വെച്ചിട്ടുള്ളത് അത് എല്ലാവരും പറയുന്നത് റോളക്സ് പോലുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആവാനാണ് സാധ്യത. അപ്പിയറൻസിന് പല ഐപ്മാനായിട്ട് അഭിനയിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ 3-ാം ഭാഗമായിട്ട് വരുന്നു. അതായത് അടുത്ത പടത്തിന് 3-ാം ഭാഗമായിട്ട് വരുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പല തരത്തിലുള്ള പല ക്യാരക്ടറെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇംഗ്ലീഷ് നടന്മാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. പല താരങ്ങളെ പറ്റിയിട്ടും ഇവരാവും എന്നുള്ള രീതിയിൽ വന്നിരുന്നു. അങ്ങനെ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമീർ ഖാൻ വന്നിരുന്നു, ഫഹദ് ഫാസിൽ വന്നിരുന്നു, മമ്മൂട്ടി വന്നിരുന്നു. പിന്നെ പക്ഷെ വേറെ 2 പേര് പ്രധാനപ്പെട്ടതായിട്ട് വന്നിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒരു കൊറിയൻ താരങ്ങളെ പറ്റിയിട്ട്. അവരാവും എന്നുള്ളൊരു സാധ്യത എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു ടോവിനോരെ വരെ ആ ഒരു കഥാപാത്രമല്ല പറയുന്നത്. ഇതിലെ പ്രധാന വില്ലനാവുന്നത് ദേവപുത്രൻ നന്നാവുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാണുന്നുണ്ടാവും, ഇങ്ങേരാവും എന്നാണ് വിചാരിച്ചത്. ഇങ്ങേരെ ചെവി കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ബാക്കിലെ ചെവി പോലെ ഉണ്ട്. അപ്പൊ ഇയാളാവുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ പറയുന്നത് വേറൊരു താരത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടുണ്ട് ആൾക്കാർ. അത് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഭയങ്കര രീതിയിൽ ഫേമസ് ആയിരുന്നു. ഇയാളാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ചർച്ച വരുന്നത് അയാളുടെ പേര്, ഒരു മിനിറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, റിക് യൂൻ. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയാളായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കമന്റുകൾ മലയാളികൾ മുഴുവൻ റിക് യൂനെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇയാളാവുമോ എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രോളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫോട്ടോ. ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട് ഇതാവോ എന്നുള്ളത്. ഇഷ്ടം പോലെ ഒന്ന് പുറംതിരിഞ്ഞ് നിൽക്കുമോ, ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്ന രീതിയിൽ പല കമന്റുകളും വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം വന്നതാണ് അടിപൊളിയായിട്ടുള്ളത്. ഈ ഡ്രാഗണിന്റെ ഇമേജ് ഉള്ളത് ഇന്ദ്രൻസ് ആണെന്നാണ് പറയുന്നത്. ഇന്ദ്രൻസിന്റെ തലവനായിട്ട് വരുന്നത് മമ്മൂക്ക ആണെന്നാണ് ഇപ്പൊ പറയുന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ട്രോളായിട്ട് വന്നെങ്കിലും ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു രസകരമാവില്ല അങ്ങനെ ഒരു അത്ര വരെ ചിന്തിക്കുക. അതായത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് എന്തായിരിക്കും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും കണ്ടു, ഇന്ദ്രൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ദ്രൻസിന്റെ ഇപ്പുറത്ത് കണ്ടില്ലേ, അത് കറക്റ്റ് ഇങ്ങേര് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താ പറയാ, അത്രയും രീതിയിൽ ചിന്തിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പൊ തിരയുന്നത് ഇയാൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ അമീർ ഖാന്റെ പെങ്ങള് ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ
അമീർ ഖാൻ ഈ സിനിമയിൽ ഉണ്ടാവാന്നുള്ള ചർച്ചകൾ അതെ അതെ, അതൊരു വലിയൊരു സംഭവം തന്നെയാണ് ശരിക്കും. അമീർ ഖാൻ കൂടി അതുപോലെ ഇപ്പോ സോഷ്യൽ മീഡിയയില് പൃഥ്വിരാജും അതുപോലെ തന്നെ അമീർ ഖാനായിട്ടുള്ള ഫോട്ടോകളും വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് ആ ഒരു വെഡിങ് ഫംഗ്ഷനിൽ വെച്ച് അവർ കണ്ടുമുട്ടിയതാണെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതെ, അപ്പൊ ഇതിന്റെ കഥ പറഞ്ഞു, എമ്പുരാന്റെ കഥ ഇഷ്ടപ്പെട്ട് അതിൽ ഞാനൊരു റോൾ ചെയ്തോട്ടെ എന്ന് അമീർ ഖാൻ ചോദിക്കുകയും അങ്ങനെ അമീർ ഖാൻ ഈ സിനിമയിൽ ഉൾപ്പെട്ടു എന്ന് വരെ ഇപ്പൊ ചർച്ച വരുന്നുണ്ട്. ഇപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഫോട്ടോയാണ്. അതെ അതെ, ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ഒന്നിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ ആരാണ് എന്താണെന്ന്, പിന്നെ ഈ ഇന്ദ്രൻസ് ആണെങ്കിൽ തന്നെ ഇന്ദ്രൻസിന്റെ ഒക്കെ തലവനായിട്ട് മെയിൻ ഹെഡായിട്ട് മമ്മൂക്ക വരും എന്നുള്ള രീതിയിൽ, മമ്മൂട്ടി ആയിരിക്കും ഇതിന്റെ മെയിൻ സുപ്രീം വില്ലൻ എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഖുറൈഷി എബ്രഹാം ആണ് ഏറ്റവും വലിയ ശക്തി, ഭയങ്കര വലിയൊരു സംഭവമാണ്, അയാളെ തകർക്കാനായിട്ട് വേറെ ആർക്കും പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും അയാൾക്ക് മുകളിൽ വേറെ ആൾക്കാരുണ്ട്, പക്ഷേ ഒരാളുണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ അവസാനം കാണിക്കുന്നത്. ഇതിലാരും പൃഥ്വിരാജ് ആയാലും മോഹൻലാൽ ലാലേട്ടനായാലും വേറെ ആരുടെ അടുത്തും ചോദിച്ചപ്പോ ആരോട് ചോദിച്ചാലും നമുക്ക് ഇതിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്, ഫഹദ് ഇതിലില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയില്ല, അവര് കണ്ടിട്ട് വേണം അറിയാൻ. അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അവര് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടോ അല്ല മമ്മൂക്കയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഓൾറെഡി ഇവർക്ക് പ്രൊമോട്ട് ചെയ്തോടെ, കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൊമോഷന് ഇവരെ കാണിച്ചുകൊണ്ട് ഹിന്ദിക്കാരും ഒന്ന് ഏറ്റെടുക്കും, ചൈനയിൽ വരെ ഫാൻസ് ഉള്ള. അതെ, അമീർ ഖാൻ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഹൈപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അതെ, അത് അവര് തിരിച്ചു നിർത്തി ഫോട്ടോ എടുത്താൽ പോരെ. പിന്നെ എന്തുകൊണ്ടാണ് അത് സൂര്യനെ എനിക്ക് തോന്നുന്നു റോളക്സ് ആയിട്ട് കാണിച്ചിട്ടില്ലേ പുറത്തേക്ക്, പക്ഷെ ലീക്കായി വന്നിരുന്നു. സൂര്യനെയാണ്, സൂര്യ ഒരു ഇതിലുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള, പക്ഷെ ഇതൊരു രീതിയിലും പിടിതരുന്നില്ല ഇതാരാണെന്നുള്ളതോ. അത് ഇന്റർവ്യൂസിലൊക്കെ മുമ്പേ പറഞ്ഞിരുന്നു, ഹോളിവുഡിലെ വലിയ താരം, തമിഴിലെ വലിയ താരങ്ങൾ ഇവരൊക്കെ ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നു എന്നുള്ള രീതിയിലുള്ള പലരും അവിടെ ആ ലൊക്കേഷനിൽ പോയിട്ടുള്ള പലരും ഇന്ത്യക്കാരനായിരിക്കില്ല. അതോ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരാൾ മാത്രമായിരിക്കില്ലെന്ന്. സിനിമയിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമയിൽ ഇഷ്ടം പോലെ ജയിലർ സിനിമയില് ഏതാടാ നമ്മുടെ ശിവകാർത്തികനല്ല, ശിവണ്ണ, മറ്റേ ശിവരാജ് കുമാർ, അതുപോലെ തന്നെ ലാലേട്ടൻ, ഇവരൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് വന്ന പോലെ ഈ ഒരു സിനിമയിൽ, ഈ ഒരു പർട്ടിക്കുലർ സിനിമയിലും, അതായത് നമ്മുടെ എമ്പുരാനിലും ഒരുപാട് ആളുകൾ ഇതുപോലെ ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നുണ്ടാകാം. അത് സിനിമ കണ്ടാലേ അറിയുള്ളൂ. എന്തായാലും വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സിനിമ കണ്ട് ബാക്കിയുള്ളവർ ഈ സിനിമ കാണാനുണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പോയി സ്റ്റാറ്റസ് ഇടുന്ന പരിപാടി നിർത്തുകയാണ് ഏറ്റവും നല്ലത്, അല്ലെ? അതായത് ഇൻട്രോസിന്റെ സ്റ്റാറ്റസ് ഇടുക, ഓരോ താരങ്ങൾ വരുമ്പോൾ ഉള്ളത് അതിന്റെ വീഡിയോ, ഫോട്ടോ, അതേപോലെ സസ്പെൻസ് പൊളിക്കുക, ഇതൊക്കെ ഈ ഒരു പരിപാടി ഇത് പണ്ട് തൊട്ടുള്ള പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ, അല്ലെ? നമുക്ക് മാത്രമല്ല, ഒരു എല്ലാവർക്കും ഈ സസ്പെൻസ് പൊളിക്കുന്ന പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർ ഇങ്ങനെ പറയുകയെങ്കിലും ചെയ്യും ഇത് ചെയ്യരുതെന്ന്. അത് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ ഈ ഇൻട്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് എപ്പോൾ ചോദിച്ചാൽ മതി, പണ്ട് തൊട്ടിട്ടുള്ള ഒരു ട്രെൻഡാണ്. ദയവ് ഇത് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ. ആരായിരിക്കും ഡ്രാഗൺ? പറഞ്ഞ പോലെ ഇന്ദ്രൻസ് ആയിരിക്കുമോ, ഫഹദ് ഫാസിലായിരിക്കുമോ, അത് കൊറിയയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയിരിക്കും, ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.